ഒരു കാളക്കുട്ടിയെ ജീവനോടുകൂടി കഴുത്തിൽ പിന്നെ ചരടെല്ലാം കെട്ടിയിട്ട് അതിനെ കാടിയിൽ വിഷം കലക്കി അതിന് മയക്കുമരുന്ന് കൊടുത്ത് അതിനെ ദഹിപ്പിച്ച് ഇട്ട് ഞാൻ രാത്രി വളവ് ഇങ്ങനെ തിരിയുമ്പോൾ എൻ്റെ ബാക്കിൽ ഒരാൾ കയറിയിരിക്കുകയാണ്. വണ്ടി ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ ബോഡി എടുക്കുമ്പോൾ ഞാനിങ്ങനെ ദൂരെ മാറി നിൽക്കുമ്പോൾ വേറൊരു പയ്യൻ എൻ്റെ അടുത്ത് വന്നു. അവൻ പറഞ്ഞു, സ്വാമി ഇവൻ മരിച്ചതിന് ശേഷം എൻ്റെ കട്ടിൽ ഇവൻ വന്നിരിക്കുകയാണ്. വേറൊരുത്തൻ നിങ്ങൾ തമ്മിൽ ഞാൻ ഇന്ന ആളാണ്, അവനെ പോലെ തന്നെ ഇരിക്കുന്നത്. അവൻ ഇങ്ങനെ വന്നിരിക്കണത് എന്നെ കൂടെ കൊണ്ടുപോകാനാണ്. അവനും മരിച്ചു. ഇത് ആരുടെയും പറയാൻ പറ്റൂ. എൻ്റെ ബന്ധുവാണ്, രണ്ടും എൻ്റെ ബന്ധുക്കളാണ്. കൊണ്ടുപോയി ആത്മാക്കൾ കൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരെല്ലാവരും മരിച്ചു പോകും. കൊണ്ടുപോയിരിക്കും. ഒരു നായ് വെള്ളം കുടിച്ചോണ്ടിരുന്നപ്പോൾ നായ് വെള്ളം ഒറ്റയടിക്ക് അതിനെ കൊന്നു. അദ്ദേഹത്തിന്റെ മകള് തറയിൽ വെള്ളം ഒഴിച്ചിട്ട് നായ് കുടിക്കുന്ന പോലെ നക്കി കുടിക്കും. മനുഷ്യരില്ലാതെ മൃഗങ്ങളുടെയും ആത്മാക്കൾ ഇങ്ങനെ അലട്ടാറുണ്ട്. നിങ്ങളെ വീടിന്റെ തെക്കേ ഭാഗത്ത് ഒരു മനുഷ്യനെ അടക്കം ചെയ്ത ഒരു നായ അടക്കം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായായിരുന്നു. അതിനെ ഞാൻ ഒരു മനുഷ്യനെ അടക്കം ചെയ്തതിൽ വായ്ക്കരിയൊക്കെ ഇട്ട് അളകപ്പൻകോട് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പോയി അദ്ദേഹം പരിഹാരം ചെയ്തിട്ടാണ് ആ വീട് വിറ്റത് എന്ന് അദ്ദേഹം പറയുന്നത്, ഞാനല്ല. അവനെ മറക്കാൻ പറ്റണില്ല. അവന് പച്ച കുത്തിയാലും കുഴപ്പമില്ല, 3 പെണ്ണ് കിട്ടിയാലും കുഴപ്പമില്ല. ഇവനെ മറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ആ പെൺകുട്ടി നമ്മളടുത്ത് ചോദിക്കണം. അപ്പോൾ വശീകരണമില്ലേ? അവളെ അഗാധമായി സ്നേഹിച്ചു പോയി. ആ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അവിടെ പറഞ്ഞു ഞാൻ അവൻ എന്നിൽ നിന്ന് വേർപെട്ട് പോയാൽ. അപ്പോൾ എൻ്റെ പറഞ്ഞേ കാന്തല്ലൂർ സ്വാമി അവന് വട്ടാണെന്ന് പറഞ്ഞു. എനിക്ക് ആ സ്വാമിയാണ്, അയാൾക്ക് ഇല്ലെങ്കിൽ തന്നെ വട്ടാണ്. അയാൾ എന്തൊക്കെയാണ് വിളിച്ച് പറയണത് ചാനലിലിരുന്ന് എന്ന് എന്നെ പറഞ്ഞു. എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു അത് പോട്ട്, എനിക്ക് വട്ടുള്ളത് പോട്ടെ, ഞാൻ അവൻ്റെ വീട്ടിലോട്ട് പോകുന്നില്ലല്ലോ വട്ട് പ്രകടിപ്പിക്കാൻ. പക്ഷേ ഇയാൾക്ക് വരാൻ പോകുന്നതാണ്. അപ്പോൾ ആ പെൺകുട്ടി എൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് പറ്റണില്ല. എനിക്ക് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം അവനാണ് മനസ്സിൽ. വശീകരണമില്ലേ? നല്ലൊരു പെൺകുട്ടി കാണാൻ, വിദ്യാഭ്യാസം, ഈ 2 കല്യാണവും കഴിച്ച് ഉപേക്ഷിച്ച് നിൽക്കണം. അവനെ മതി. അച്ഛനും അമ്മയും പൊട്ടിക്കരയുവാണ് മുമ്പിലിരുന്ന്. അപ്പോൾ അതുണ്ട്, വശീകരണമുണ്ട്, ആഭിചാരമുണ്ട്. ഞാൻ ഇന്നലെ പ്രോഗ്രാം ചെയ്ത് കൊടുത്തു. ഒരു കാളക്കുട്ടിയുടെ കഴുത്തിൽ ഒരു കാളക്കുട്ടിയെ ജീവനോടുകൂടി കഴുത്തിൽ പിന്നെ ചരടെല്ലാം കെട്ടിയിട്ട് അതിനെ കാടിയിൽ വിഷം കലക്കി അതിന് മയക്കുമരുന്ന് കൊടുത്ത് അതിനെ ദഹിപ്പിച്ച് ഇട്ട് ആ വീട് നശിച്ചു പോയി. വർഷങ്ങൾക്ക് ശേഷം അവിടെ വേറൊരാൾ കൊണ്ടൊന്ന് വീട് വെച്ച് രാത്രിയാകുമ്പോൾ പശു ശ്വസിക്കണ ശബ്ദം തകർന്നു പോയി. കുട്ടികളെ കൊണ്ട് ജീവിക്കാൻ പോയി അവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആഭിചാരങ്ങളുണ്ട്, വശീകരണങ്ങളുണ്ട്, മരണശേഷമുള്ള പ്രേതബാധകളുണ്ട്. ഇതെല്ലാം തന്നെ അനുഭവിച്ച് അപ്പുറത്തോട്ട് പോകുമ്പോഴാണ്. പിന്നെ ഇതിനൊക്കെ പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിഹാരമൊന്നും പറഞ്ഞ് കുറേ പേര് ജീവിക്കുന്നുണ്ട്. ഞാനും ജീവിക്കുന്നുണ്ടെന്നങ്ങ് വിചാരിച്ചോളൂ, കുറേ പരിപാടിയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആദ്യമേ പറയും, നമുക്ക് ചെയ്ത് നോക്കാം. പരിഹാരം ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. ലക്ഷണശാസ്ത്ര പ്രകാരം ഇത് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന് ഇത്ര ചിലവും വരും, അത് ഞാൻ പറയും. ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് ചെയ്തു നോക്കിയാൽ പരിഹാരം വന്ന ഒരുപാട് പേരുണ്ട്. ദൈവം സഹായിച്ച് ഇതുവരെ പരിഹാരം ഇല്ലാതെ വന്നിട്ടില്ല. അപ്പോൾ ഇതിനിങ്ങനെ തന്ത്രശാസ്ത്രത്തിലുണ്ടാകുന്ന ഇത്തരം നെഗറ്റീവ് എനർജികളെ അതിനെ ഞാൻ പ്രതൊന്നും പറയില്ല. ആ നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കുന്ന ചില ഹോമങ്ങൾ തന്ത്രശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെയ്തു നോക്കാം. സംഭവിക്കണമെങ്കിൽ മാറണമെങ്കിൽ അങ്ങ് മാറട്ടെ. അതിന് തയ്യാറുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം. അല്ലാതെ 100% ഇപ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാനത് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ അത് മതി സ്വാമി എന്ന് പറയുന്നവർക്ക് ചെയ്തു കൊടുക്കാം. അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ശ്മശാനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വ്യക്തികളുടെ ഒപ്പം ആത്മാക്കളുള്ള സംഭവങ്ങളില്ലേ? ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഒപ്പം നടക്കുന്ന അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ചില എനർജിയുടെ കൂടെ സഞ്ചരിക്കും. അവർക്ക് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു കളമശ്ശേരിയുള്ള ചെറുപ്പക്കാരൻ. അവനോട് ആത്മാവ് സഞ്ചരിക്കുന്നു. രാത്രി ഒറ്റയ്ക്ക് വേണം. അവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഒരുത്തൻ കയറി ഇരിപ്പുണ്ട്. ഇറങ്ങി പോകുമ്പോൾ വണ്ടി കുലുങ്ങുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഇറങ്ങും. അമ്പലം കഴിഞ്ഞ് അപ്പുറത്ത് പോകുമ്പോൾ വീണ്ടും കയറിയിരിക്കും. ഇപ്പം എൻ്റെ ഒരു മാമൻ്റെ മോളുണ്ട്, മാമൻ്റെ മകളുടെ മകൻ. അപ്പോൾ അവൻ എന്നെ ഒരു വണ്ടി എടുത്ത് കാണാൻ വന്നു പല തവണയായിട്ട്. ഞാനിത് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ വണ്ടി വേണ്ട മോനെ എന്ന് ചോദിച്ചു. ബിനോയ് എന്നാണ് അവൻ്റെ പേര്. അല്ല സ്വാമി പുതിയ വണ്ടിയാണ്. ഞാൻ പറഞ്ഞു ഈ വണ്ടി ദോഷമാണ്. എന്തോ എനിക്ക് വണ്ടി കണ്ടിട്ട് ഇതൊരു പ്രേതസഞ്ചാരമുള്ള വണ്ടി, പുത്തൻ വണ്ടി, പുതിയ വണ്ടി. ചില വണ്ടികൾ എൻജിൻ ഫിറ്റ് ചെയ്യാനുള്ള സമയം അനുസരിച്ചിട്ടുള്ളതാണ്. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു കരിക്കാൻ ക്ഷേത്രത്തിൽ പോയി ഒരു ചരട് ജപിച്ച് കെട്ടിക്കോളാൻ. അവൻ അവിടെ പോയില്ല. അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോയി ചരട് ജപിച്ച് കിട്ടിയിട്ട് തിരുമേനിയോട് പറഞ്ഞു, ഞാൻ രാത്രി വളവ് ഇങ്ങനെ തിരിയുമ്പോൾ എൻ്റെ ബാക്കിൽ ഒരാൾ കയറിയിരിക്കുകയാണ്, വണ്ടി ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു.
അപ്പോൾ പുള്ളി പറഞ്ഞു അത് സ്വാമിയുടെ അടുത്ത് തന്നെ ചോദിക്കുക എന്താ പരിപാടി എന്താണെന്ന്. എന്തായാലും അതിൻ്റെ ഒരു 6 ദിവസം കഴിഞ്ഞ് മരിച്ചു, ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. മാമൻ്റെ മോൻ ബിനോയ്. ഇപ്പോൾ അത് പട്ടത്തെ ബിനോയ് റോഡ് അവൻ്റെയാണ്, ബിനോയ് റോഡ് എൻ്റെ മുമ്പിൽ കണ്ട സംഭവമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ ബോഡി എടുക്കുമ്പോൾ ഞാനിങ്ങനെ ദൂരെ മാറി നിൽക്കുമ്പോൾ വേറൊരു പയ്യൻ എൻ്റെ അടുത്ത് വന്നു. അവൻ പറഞ്ഞു സ്വാമി ഞാൻ ഇവൻ മരിച്ചതിന് ശേഷം എൻ്റെ കട്ടിൽ ഇവൻ വന്നിരിക്കുകയാണ്. വേറൊരുത്തൻ ഞാൻ നിങ്ങൾ തമ്മിൽ ഞാൻ ഇന്ന ആളാണ്, അവനെ പോലെ തന്നെ ഇരിക്കുന്നത്. അവൻ ഇങ്ങനെ വന്നിരിക്കണത് നിന്നെ കൂടെ കൊണ്ടുപോകാനാണ്. അവനും മരിച്ചു. ആ ഇത് ആരുടെയും പറയാൻ പറ്റുമോ? എൻ്റെ ബന്ധുവാണ്, രണ്ടും എൻ്റെ ബന്ധുക്കളാണ്. ആ കുട്ടി മരിച്ചത് അത് കൊണ്ടുപോയി, അതുകൊണ്ടുപോകും. ഇത് പറഞ്ഞാൽ സ്വാമി അന്ധവിശ്വാസി, കള്ളൻ, ദുഷ്ടൻ. ആത്മാക്കൾ കൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരെല്ലാവരും മരിച്ചു പോകും, കൊണ്ടുപോയിരിക്കും. അതിനകത്ത് ഒരു സംശയം, എനിക്ക് ഇത്തരം വിഷയങ്ങൾക്കകത്ത് ഒരാളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കൊണ്ടുപോകും. നിങ്ങൾ പോസിറ്റീവ് എനർജികളെ സ്വീകരിക്കാനായിട്ടുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക. അതിനൊരു പവറുണ്ട്, ഒരു മെഡിറ്റേഷൻ. സുദർശന ക്രിയ, ശ്രീ രവിശങ്കറിൻ്റെ സുദർശന ക്രിയകൾ ചെയ്യാം. യോഗയിലുള്ള ചില പ്രോസസ്സുകളുണ്ട്. പിന്നെ ഞാൻ എറണാകുളത്തൊരു ഡോക്ടറെ പരിചയം, പുള്ളി ഇതിൻ്റെ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡി കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് ശുദ്ധിയാക്കുന്ന ഒരു പ്രോസസ്സാണ്, സയൻസാണ്. നമ്മുടെ ബോഡിയിലെ നമ്മുടെ സഹസ്രാര പത്മത്തിലൂടെ നമ്മുടെ കംപ്ലീറ്റ് ബോഡിയെ പിന്നെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിതിനെ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഒരു വേറെ നെഗറ്റീവിന് കയറാൻ പറ്റും. ഇത് കേട്ട് ഭയപ്പെടുമൊന്നും വേണ്ട, മുഖത്ത് ഒരു ഭയമുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ഭയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയുടെ ഒപ്പം ഒരു ആത്മാവുണ്ടെന്ന് സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഞാനിങ്ങനെ എൻ്റെ മനസ്സ് പോയത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പിന്നെ കാന്തല്ലൂർ ആശ്രമത്തിൽ അവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒരാൾ എന്നെ കാണാനായിട്ട് വന്നു. സ്വാമി ഞാൻ ഇന്നലെ രാത്രി നടന്നു വന്നപ്പോൾ ഒരാൾ പുറകെ നടന്ന് പറഞ്ഞു, ഈ സ്വാമി ഇവിടെ വന്നതിന് ശേഷം രാത്രി സഞ്ചരിക്കാൻ പോയി, തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ലെന്ന്. എനിക്കത് അത്ഭുതമാണ്. ഇവിടെ ദേശാഭിമാനി പത്രത്തിൽ ജോലി ഉണ്ടായിരുന്ന ഒരാൾ രാത്രി പരീക്ഷിക്കാനായിട്ട് അവിടെ വന്ന് കിടന്നു. പുള്ളി ഇപ്പോൾ എന്താണ് ആലപ്പുഴ ഒരു അമ്പലത്തിൽ കണക്ക് ബില്ല് എഴുതുന്നത്. എന്നാൽ അവിടെ ഒരു പ്രേതാനുഭവം ഉണ്ടായി. അപ്പം നമ്മൾക്ക് അദൃശ്യ സാമീപ്യ ശക്തികളുടെ സ്വാധീനം ഈ സമൂഹത്തിലുണ്ട്. നിങ്ങളത് എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും ഉണ്ട്. മരണപ്പെട്ട് പോയ ഒരാൾ ജീവിച്ച വീട് കുറേ കാലം അടച്ചിട്ടിരുന്നാൽ അവിടെ പ്രേതസ്വാധീനം ഉണ്ടാവും, അവിടെ ഈ ദുഷ്ടജന്തുക്കളുടെ സഞ്ചാരം ഉണ്ടാവും. അത് ആ വീട് വേറൊരു അന്തരീക്ഷ പ്രേതബാധയായിട്ട് മാറും. അത് എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും അനുഭവം കൊണ്ട് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. ഇത് പറയുന്നുണ്ട് സുനിൽ പരമേശ്വരൻ പ്രേത നോവലുകളൊക്കെ എഴുതി ആൾക്കാരെ പറ്റിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അതൊരു വിരോധമില്ല. എൻ്റെ മുമ്പിൽ വന്ന് പറയുന്ന കഥകളുടെ ഒരു അംശം പോലും ഞാനിവിടെ പറയാനോ ഇത് ബോധിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല. ഞാൻ ഇത് കുറേ നേരം കേട്ടുകൊണ്ടിരിക്കും. ഞാൻ പറയാം നിങ്ങളുടെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണെന്ന് പറയും. ഒരാൾ ഒരു നായ അടിച്ചു കൊന്നു. ഒരു നായ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒറ്റയടിക്ക് അതിനെ കൊന്നു. അദ്ദേഹത്തിൻ്റെ മകള് തറയിൽ വെള്ളം ഒഴിച്ചിട്ട് നായ് കുടിക്കുന്ന പോലെ നക്കി കുടിക്കും. എൻ്റെ മുമ്പിൽ വന്നു, സ്വാമി ഒന്നും ചെയ്യാൻ പറ്റില്ല, കരഞ്ഞു. അതാണ് ആ നായയുടെ പ്രേതാത്മാവ്. ഇതൊക്കെ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, എൻ്റെ മുമ്പിലുള്ളതാണ്. ഒരാളുടെ അനുഭവം വരുമ്പോൾ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. മനുഷ്യരില്ലാതെ മൃഗങ്ങളുടെയും ആത്മാക്കൾ ഇങ്ങനെ അലട്ടാറുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനൊരു തിരുവല്ലയിലൊരു വീട്ടിൽ പോയി കിടന്നു. അപ്പോൾ അവിടെ ചട്ടമ്പി സ്വാമി പണ്ട് വന്ന് താമസിച്ചൊരു പഴയ തറവാടാണ്. അദ്ദേഹം ഇൻകം ടാക്സ് ഓഫീസറൊക്കെ ആയിരുന്നു. ഞാൻ കട്ടിൽ കിടന്നേക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു വെളുത്ത കാളക്കുട്ടി നിൽക്കുന്നു. ഞാൻ രാവിലെ ഉണർന്നിട്ട് അവിടുത്തെ പയ്യനെ വിളിച്ച് ചോദിച്ചു, ഇവിടെ ശങ്കരി എന്ന് പറഞ്ഞൊരു പശുക്കുട്ടി ഉണ്ടായിരുന്നു എന്ന്. ഉണ്ടായിരുന്നു, അതിന് ഈ മുറിയിലാണ് കെട്ടിയിരുന്നതെന്ന്. എങ്ങനെ പറയണു? ഇത് നമ്മുടെ സിദ്ധിയൊന്നുമല്ല, നമ്മുടെ അപ്പോഴത്തെ തോന്നലുകളാണ്. അത് മരണപ്പെട്ടതിൻ്റെ ഒരു പ്രേതാത്മാവ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ വീട്ടിൽ ശ്വസിക്കുന്ന ശബ്ദം കേൾക്കുന്നത് എന്താണ്? അതിനെ ജീവനോട് ഇട്ട് അത് ശ്വാസം മുട്ടി മരിച്ചിട്ട് എൻ്റെ പ്രേതാത്മാവുണ്ട്. ഇപ്പോൾ ശാന്തിവിള ദിനേശ് എന്നെ വിളിച്ചൊരു പ്രോഗ്രാമുണ്ട്. എന്നെ വിളിച്ചാൽ അയാളെ വീട് വിൽക്കാൻ വയ്യ. വീട് വിൽക്കാൻ പറ്റാതെ അയാളല്ല. അദ്ദേഹത്തിന് ഞാൻ കാന്തല്ലൂർ ഇരുന്നപ്പോൾ ശാന്തിവിള ദിനേശനെ വിളിച്ചു. ഇത് അദ്ദേഹം തന്നെ ചെയ്തൊരു വീഡിയോ ആണ്. അദ്ദേഹം ഇതൊന്നും വിശ്വസിക്കുന്ന ഒരാളെ അല്ല. എന്നെ പുള്ളി വീട്ടിൽ കയറ്റില്ല. കാരണം ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ പ്രേതത്തിന് മരിച്ചുപോയ അമ്മയെ കണ്ടെന്ന്. ഞാൻ അമ്മയല്ലേ ഈ പടിക്കെട്ടി നിൽക്കണമെന്ന് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ വീട്ടിൽ കയറ്റില്ല. ഞാൻ അങ്ങോട്ട് വരണ്ട, വേണ്ട നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് എന്നെ പറയും. അമ്മ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അല്ല, അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പുള്ളി വീഡിയോയിൽ ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞില്ലേ. ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പം ഞാൻ അമ്മ പടിക്കെട്ടി നിൽക്കണില്ല. അല്ല, അമ്മ മരിച്ചു പോയല്ലോ. അല്ല, ഞാൻ ഇവിടെ അമ്മ ഇങ്ങനെ കണ്ടു, ഇതല്ലേ അമ്മ എന്ന് ചോദിച്ചു. പുള്ളി എന്നെ അവിടെ പിന്നെ വീട്ടിൽ കയറ്റില്ല. ഞാൻ എന്തെങ്കിലും ചെല്ലാമെന്ന് പറഞ്ഞാലും പുള്ളി എന്നെ അങ്ങോട്ട് കയറ്റുന്ന പ്രശ്നമില്ല, എനിക്ക് ദുഃഖവുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ
ഒരു വീട് വിൽക്കണം കടം കൊണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കടം കൊണ്ട് ഇദ്ദേഹം നശിച്ച് നാമാവശേഷപ്പം 1.5 കോടി രൂപയ്ക്ക് ഈ വീട് വിറ്റേ പറ്റുള്ളൂ. അപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചു ചോദിച്ചു, അതെ എൻ്റെ വീട് വിൽക്കില്ല, എനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ വിറ്റ് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ തെക്കേ ഭാഗത്ത് ഒരു മനുഷ്യനെ അടക്കം ചെയ്ത ഒരു നായ അടക്കം ചെയ്തിട്ടുണ്ട്. ആ ഉണ്ട്, അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായായിരുന്നു. അതിനെ ഞാൻ ഒരു മനുഷ്യനെ അടക്കം ചെയ്തതിൽ വായ്ക്കരിയൊക്കെ ഇട്ട് പിന്നെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അടക്കം ചെയ്തു. ഞാൻ പറഞ്ഞു, ഈ വീട് വിൽക്കാൻ സമ്മതിക്കില്ല, ഇതിനൊരു പരിഹാരമുണ്ട്, ഏതൊരു അമ്പലമുണ്ട്, നിങ്ങൾ അവിടെ പോയി പരിഹാരം ചെയ്തോളാൻ. അത് അളകപ്പൻ കൂടെന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ പോയി അദ്ദേഹം പരിഹാരം ചെയ്തിട്ടാണ് ആ വീട് വിറ്റത് എന്ന് അദ്ദേഹം പറയുന്നത്, ഞാനല്ല. പിന്നെ എന്നെ വീട്ടിൽ കയറ്റുമില്ല. ഞാൻ ഈ ആത്മാക്കളെ കുറിച്ചൊക്കെ പറയുന്നു പറഞ്ഞിട്ട് അത് എനിക്ക് പേടിയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ട് എന്നെ കേട്ടില്ല. ഞാൻ എൻ്റെ മോശം സുഹൃത്തല്ല, നല്ല സുഹൃത്ത് തന്നെയാണ്. ഞാനിങ്ങനെ പറഞ്ഞു പോവും അല്ലേ. ഇപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് സ്വാമി പറഞ്ഞില്ലേ എൻ്റെ വായി കയറി പിടിക്കും അല്ലേ. ഒരു വണ്ടി മുമ്പിൽ പോകണം, ഞാനും ടീച്ചറോട് കാറി പോകുമ്പോൾ ഞാൻ എൻ്റെ ടയർ ഇപ്പോൾ ഊരി തെറിക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ടയർ ഇങ്ങനെ റോഡിൽ കൊണ്ട് ഊരിയിട്ട്. അത് ചിലരുടെ സിക്സ് സെൻസ് ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. ആ സെൻസ് നമുക്ക് ക്ലിയറായിട്ട് നേരെ കാണാൻ പറ്റുന്നു അല്ലേ. ഇന്ന് സ്വാമി ഇന്ന് ടീച്ചറെ കുറച്ച് ഇന്ന് പോകണ്ട, നടക്കൂല. ഉടൻ ടീച്ചർ എന്നെ ഇന്ന് വെട്ടിപ്പിടിച്ച് ടീച്ചർ അവിടെ ചെല്ലുമ്പോൾ അവിടെ പൂട്ടിയിട്ടേക്കും. എനിക്കിന്ന് അവിടെ പോയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോകും. ഞാനവിടെ കഴിഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അയ്യോ കണ്ട പൂട്ടിയിട്ടേക്കണ്. ഞാൻ ഇതെല്ലാം അവിടെ വെച്ച് പറഞ്ഞാൽ വരണ്ടാന്ന്. എൻ്റെ ഒരു രാജ്മോഹൻ എന്ന് പറഞ്ഞൊരു പോലുണ്ട്, മോനെപ്പോലാണ്. അപ്പോൾ അവനൊരു ദിവസം ഇറങ്ങി പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു, കുറച്ച് നേരം കൂടി ഇരിക്കും, സ്വാമി പോകണം, എന്നാൽ പൊക്കോളാൻ പറഞ്ഞു. വഴി ഇറങ്ങി കുറേ ഒരു ഇടിയുടെ ശബ്ദം, കാറ് വന്ന് എൻ്റെ സൈഡം കൊണ്ടുപോയി. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും വെച്ച് ഒരാൾ അത്ഭുത മനുഷ്യനാവൂ. ഞാൻ ടീച്ചറുടെ വണ്ടിയിൽ ചെറിയ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ വണ്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ? ടീച്ചർ പറഞ്ഞു, എന്ത് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, അല്ല വീണ ടീച്ചറിൻ്റെ പോയി വീണ ടീച്ചറിനെ കൂടെ കയറ്റി വീണയുടെ വണ്ടി ഇതും കൂടെ എടുത്തുകൊണ്ട് വീണ നന്നാക്കാൻ പോവുകയാണ്. അപ്പോൾ വീണ ടീച്ചറിനെ കയറ്റി ബാക്കിൽ വീണയായിട്ട് വീണ ടീച്ചർ ഇരിക്കണു. ഞാൻ ആ കഴുക്കൂട്ടത്ത് റോഡ് തിരിഞ്ഞ് മനസ്സിലാക്കി, ഞാൻ ടീച്ചർ നമ്മളെ വണ്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ? സ്വാമി ഒന്ന് മിണ്ടാതിരിന്ന് പറയുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ നല്ല കാറ്റകത്തോട്ട് സൈഡിലേക്ക് കംപ്ലീറ്റ് പോയി. ഒരു ഡോറോട് കൂടി ഒരു ലോറി അങ്ങ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ മുതൽ ഇൻഡിക്കേഷനാണ്. ഇവിടെ മുതൽ നമുക്ക് തോന്നിക്കുകയാണ് അപകടം എന്നുള്ളത്. ഈ സെൻസ് ഇല്ലാത്ത മനുഷ്യർക്ക് ഇത് അറിയാൻ പറ്റുമോ? എല്ലാവർക്കും ഇതുണ്ട്. എല്ലാ മനുഷ്യനും ഈ സെൻസ് ഉണ്ട്, സിക്സ് സെൻസ്. നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരണം അനുസരിച്ച് ചിലർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഇവിടെ പൊങ്ങിയിട്ടുണ്ട്, ഇവിടെ കുഴിഞ്ഞിട്ടുണ്ട്. ഇത് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പൂർവ്വജന്മത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഭൗതികം വെടിഞ്ഞ് ആത്മീയമായി യാത്ര ചെയ്യുകയും മഹാസിദ്ധന്മാരെ യോഗികളെയൊക്കെ കാണുകയും ഈ തന്ത്രശാസ്ത്രം പഠിക്കുകയും വാരണാസി പോയി ശവപ്പറമ്പിൽ പോയിട്ട് ശവങ്ങൾ പുറത്തിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഓട്ടമുണ്ട്. അദ്ദേഹമൊക്കെ വെന്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ എക്സ്പീരിയൻസാണ്. അതുകൊണ്ടൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല, ഞാനത് എൻ്റെ ഇഷ്ടങ്ങൾ, ഞാൻ എഴുതുന്ന മാന്ത്രിക നോവലുകളിലെല്ലാം തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ പോയാൽ ആ വീട്ടിൽ ഇന്നൊരാളുണ്ടായിരുന്ന എന്ന് ചോദിക്കുന്നത്, അങ്ങനെ ചോദിക്കുന്നതാണ്, ചോദിക്കേണ്ടി വരണം. എൻ്റെ താഴെ വന്ന് പിന്നെ കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞത് അഭിപ്രായം ചെയ്താലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഒരാളെന്നെ വിളിച്ചുവിടെ, അല്ല സ്വാമി മഹാകള്ളനാണ്. ഞാൻ പറഞ്ഞു, അതെ, അതിന് തൻ്റെ വീട്ടിൽ വന്നവരെ മോട്ടിക്കാൻ വന്നാൽ ഞാൻ, അല്ല അങ്ങനെയല്ല, സ്വാമി ഈ പറയണതെല്ലാം വെറുതെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടോ ഇയാളൊരു വളവ് വെച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 4 വിരൽ പോയതില്ലേ, 6 വിരലും വെച്ചോണ്ടാണ് ഇത് സംസാരിക്കാൻ വരണമെന്ന്. പിറ്റേ ദിവസം ഇവിടെ ഇരിക്കുന്നത് അതെ. ഒരു നാണയം വെച്ചിട്ട് 1000 രൂപ അമ്പലത്തിൽ കൊടുക്കാൻ പറയും. 1 നാണയം വെച്ച് മുരിപ്പാലത്തിൻ്റെ മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ ഒരു ദിവസം 40-35 പേരുടെ ബലം പറയണമെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ചുമ്മാ ഉണ്ടാവില്ലല്ലോ. ഒരു ഒന്നുമില്ല. ആ വീടിൻ്റെ വിഷയങ്ങൾ, വീടിൻ്റെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയാണെങ്കിൽ പറയില്ലെങ്കിൽ ഇല്ല. ഇല്ലെങ്കിൽ ഇത് ബന്ധനമാണ്, ഇതിങ്ങനെ സംഭവിക്കുന്നതാണ്, അങ്ങനെ സംഭവിച്ചിരിക്കും, ഇതിന് പരിഹാരമില്ല എന്ന് പറയുന്നതിനകത്ത് നമ്മൾ അത്ഭുത മനുഷ്യനൊന്നുമല്ല, സാധാരണ മനുഷ്യൻ ഇല്ലേ, സാധാരണ മനുഷ്യന്. കരഞ്ഞാൽ കണ്ണീരും മുറിഞ്ഞാൽ ചോരയും വരുന്ന ആളാണെന്ന് പച്ചയ്ക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ആത്മകഥയ്ക്കകത്ത്. അപ്പോൾ ഇതൊക്കെ ധിക്കരിക്കാനും നമ്മൾ ചീത്ത പറയാനൊക്കെ പോയിട്ടുണ്ട്. ഇതിൽ സമൂഹത്തിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ആ മനുഷ്യനുണ്ടെങ്കിൽ ദൈവമുണ്ടെങ്കിൽ പിശാചുമുണ്ട്, പിശാചുണ്ടെങ്കിൽ പിശാചിന് ദൈവത്തിനേക്കാൾ ശക്തിയുണ്ട്. ദൈവം തന്നെ പിശാചിക്കടയിൽ ഇട്ട് കൊടുക്കും. നീ ചെയ്ത കർമ്മം അനുസരിച്ച് നീ അവൻ്റെ കൂടെ പോയി ജീവിച്ചോളാൻ പറഞ്ഞ് വിടും. എനിക്കറിയാവുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു, മഹാദിൻ്റെ അഹങ്കാരിയായിരുന്നു. എല്ലാവരും ചീത്ത പറയും, ഭയങ്കര വേഗിട്ട്. അവസാനം ഒരു സുഭാതി ചേച്ചി കല്യാണം, പുരുഷന്മാരെയൊന്നും ബന്ധമില്ല, അവസാനം ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് പട്ടാളക്കാരനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇവരെ ആരെങ്കിലും കല്യാണം, ശാന്ത എന്നാണ് പേര്, ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലാൻ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ശാന്തി ചേച്ചി ക്ഷമിക്കുക. അപ്പോൾ ഇവർ കല്യാണം കഴിച്ചു. ആ സ്ത്രീയെ ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം അങ്ങനൊരു മനുഷ്യൻ ആ സ്ത്രീയെ പീഡിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി പീഡിപ്പിക്കും, ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി പീഡിപ്പിച്ചു. ആ സ്ത്രീ വീട്ടിലുള്ളപ്പോൾ മദ്യപിക്കുകയും പല സ്ത്രീകളെ കൊണ്ട് വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ ആ സ്ത്രീ അനങ്ങിയിട്ടില്ല.
അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ചോദിച്ചു ചേച്ചി ഇയാൾ എന്തിങ്ങനെയൊക്കെ പെരുമാറണം? അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, മോനെ ഇത് നമ്മുടെ ജീവിതമാണ്, ഒരുത്തനെ കെട്ടിപ്പോയി ഒരു കൊച്ചുകൊണ്ട് കളഞ്ഞു പോയാൽ ഇയാൾ ചത്തുപോയാൽ പെൻഷൻ ഇയാൾ കുടിച്ച് ചാവും പോവും, എൻ്റെ ജീവിതം എനിക്ക് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല, അയാൾ എൻ്റെ കട്ടിൽ കിടക്കണ്ട, ഇയാളെ ഞാൻ അനുഭവിച്ചേ പറ്റൂ, ഞാനത് അനുഭവിക്കും എന്ന് പറഞ്ഞൊരു സ്ത്രീ എൻ്റെ മുമ്പിലുണ്ട്. നമ്മുടെ വ്യത്യസ്തമായ സ്ത്രീകളെ ഞാൻ പറയണത് ഭയങ്കര തൻ്റെ അടിയായിരുന്നു, ഭയങ്കര ഇതായിട്ടുള്ള സ്ത്രീയായിരുന്നു. അങ്ങനെയുള്ള തൻ്റെ ഇടം ഉള്ളതും ജീവിതത്തിനെ വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമുള്ള സ്ത്രീ, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തന്നെ കല്യാണം കഴിച്ചു. അവനങ്ങനെയാണ്, അവനെ അങ്ങനെ ഉൾക്കൊണ്ടു. എല്ലാ പെൺകുട്ടികൾക്കും പറ്റൂല, ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇല്ല, തനിക്കൊട്ടും പറ്റില്ല, ഇയാൾക്കൊട്ടും പറ്റില്ല. കാരണം ഇയാളുടെ ഒരു രീതിയുണ്ട്, അങ്ങനെ ഒരാളെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരാളുടെ തന്നെ സംസാരിക്കുകയുള്ളൂ. അത് നല്ലതാണ്, അങ്ങനെയാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നവരെ മാത്രം നമ്മൾ ഉൾക്കൊള്ളുന്നതാണ് നല്ലത്. എനിക്ക് ആ ചിലർ വന്ന് സംസാരിക്കും, എനിക്ക് ഇങ്ങോട്ട് സംസാരിക്കാൻ താല്പര്യമില്ല കേട്ടോ, അപ്പം തന്നെ പറയും. ഞാൻ മലയാളത്തിൽ ഒരു വലിയ നടനോട് പറഞ്ഞ പോലെ, മലയാള സിനിമയിൽ എല്ലാവരും മരിക്കും, നീ മാത്രം ഉണ്ടെങ്കിലും സുനിൽ പരമേശ്വരൻ വരില്ല. അതുകൊണ്ട് എന്തോ എൻ്റെ സിനിമ മുഴുവൻ പോയി, എനിക്ക് നഷ്ടമില്ല, എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തത് ഞാൻ പോകുന്നില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു സംവിധായകൻ അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ച് സ്വാമിയുടെ പടം, അയ്യോ അതിൽ സിനിമയിൽ ഞാൻ അഭിനയിക്കില്ല, അതൊക്കെ വിട്ടിട്ടുള്ള സിനിമ എന്ന് അദ്ദേഹവും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമുണ്ട്, എനിക്കുമുണ്ട്. അപ്പോൾ രണ്ടുപേരും തുല്യരായി അദ്ദേഹത്തെ കാര്യങ്ങൾക്കകത്ത്. പുള്ളി മലയാള സിനിമയിൽ കത്തിജ്വലിച്ച് വന്നിട്ട് ഒന്നും അല്ലാതായി പോയ ഒരാളാണ്, അല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കോൺട്രവേഴ്സിയുള്ള ഒരു നടനാണ്. അപ്പോൾ നമുക്ക് പൊരുത്തപ്പെടാൻ ഇല്ലാത്തത് നമ്മൾ പോകണ്ട ഇല്ല, അങ്ങനല്ലേ? ഈ ദാമ്പത്യ പൊരുത്തം എങ്ങനെയാണ്, ഈ വിവാഹം നടക്കാൻ എങ്ങനെയാണ് തിരിച്ചത്? ദാമ്പത്യത്തിനകത്ത് ഇപ്പം ജ്യോത്സ്യന്മാർ എടുക്കണം, രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ നോക്കിയിട്ട് അതിലെ പൊരുത്തങ്ങൾ മധ്യമം, ഉത്തമം, അധമം എന്നൊക്കെ പറഞ്ഞ് പൊഴുതി കൊടുക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അതെല്ലാം നോക്കേണ്ടത് ഇവരുടെ പൂർവ്വജന്മം എടുക്കണം. ഞാനാണെങ്കിൽ പൂർവ്വജന്മം എടുക്കും. എത്ര 10 പൊരുത്തമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചേർത്തില്ല. ഇനി പൊരുത്തമില്ല എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മ ബന്ധമുണ്ടെങ്കിൽ ചേർത്തോളം പറയും. എത്ര കല്യാണം നടത്തിയാണ്? പൂർവ്വജന്മ ബന്ധമുണ്ടായി, പൂർവ്വജന്മത്തിൽ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, പ്രണയിച്ചു, വിവാഹം കഴിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു. ഈ പുനർജനിച്ച് വന്ന് ഇവർ വിവാഹ പ്രപ്പോസൽ വന്നാൽ ആ ജീവിതത്തിൻ്റെ ബാക്കി ജീവിക്കും. അതിന് ജാതകം നോക്കൂല. ഇനി 99% പെൺകുട്ടികൾ പൂർവ്വജന്മത്തിലെ ശത്രുക്കളെ കല്യാണം കഴിക്കണം. ഗംഭീരടിയായിരിക്കും. പൂർവ്വജന്മത്തിലെ ശത്രുക്കളെ എൻ്റെ മുമ്പിൽ 2% ഉത്തമ ദാമ്പത്യം, വഴക്കൊക്കെ ഉണ്ടാവുമെങ്കിലും ഉത്തമ ദാമ്പത്യം 2% ഉള്ളൂ. പലരും എന്നോട് പറയണേ, സ്വാമി ഇനി എന്തോന്നു 2-3 പിള്ളേരൊക്കെ ആയി, കടബാധ്യത, വീട് വെച്ചതിൻ്റെ കടമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇനി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം, എന്തൊരു പൊരുത്തം. പൊരുത്തം നോക്കിയാൽ 1,78,000 കേസുണ്ട് തിരുവനന്തപുരത്ത് കുടുംബ കോടതിയിൽ. അപ്പോൾ പിന്നെ എന്തൊരു പൊരുത്തം. ഹൈന്ദവരാണ്, ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ നോക്കണം. അവർ 99% തന്നെയാണ്. അത് പൂർണ്ണമായി നോക്കാത്തത് കൊണ്ടാണോ ഈ പറഞ്ഞ? അല്ല, വിധിയാണ് മടക്കാൻ ഒരു ജാതകത്തിനും പറ്റില്ല. നിന്റെ വിധി ഇതെങ്ങാണോ അത് നടത്തേ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു ചേട്ടന് ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ ഉത്തമമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. ചേട്ടൻ എപ്പോഴും വലിയ തമാശയാണ്. അദ്ദേഹം പെരുമൺ തീവണ്ടിയിടത്തിൽ മരിച്ചു. രാവിലെ പോയതാണ്. ആ തീവണ്ടിയിടത്തിൽ മരിച്ചിട്ട് ആ ചേച്ചിയെ ഞാൻ കാണാൻ നല്ല പൊക്കമാണ്. ഒരു സാരി കൊടുത്ത് പോകേണ്ട, നമ്മളിങ്ങനെ നോക്കി നിൽക്കും കുറച്ച് നേരം. ഒരു കമ്പിളിച്ച് നിരയായി ആ വൈധവ്യം ബാധിച്ച് അവരുടെ വിധിയാണത്. അവർ ആ ജീവിച്ച് അത്രയും കാലമേ ഉള്ളൂ. നമുക്ക് ഈ നിമിഷം സന്തോഷിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നാളെ നിനക്ക് സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ച് നീ ജീവിക്കാൻ നിൽക്കണ്ട. നീ ഈ നിമിഷം എങ്ങനെയാണ് നിനക്ക് സന്തോഷം നിന്നിലേക്ക് വരുന്നത്, ആ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പിലോട്ട് പോകാനേ പറയുന്നു. ഭൂതകാലത്തേക്ക് നോക്കുക. ഭൂതകാലത്തിലേക്ക് നോക്കിയിട്ട് നീ അനുഭവജ്ഞാനത്തിലൂടെ വർത്തമാനകാലത്തിൽ വന്നു നിന്നുകൊണ്ട് ഭാവിയിലേക്ക് നോക്കി നടന്നു പോകണം എന്നാണ് എൻ്റെ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും എടുക്കും, എൻ്റെ ഭൂതകാലം എന്നെ പഠിപ്പിച്ചത് എന്താണ്, ആ ഭൂതകാലത്തിൽ പഠിച്ചതിൽ നിന്ന് ഞാൻ എവിടെയാണ് വന്ന് നിൽക്കുന്നത്, ആ നിൽക്കുന്നതിന് എനിക്കാണ് ഭാവിയിലേക്ക് പോകേണ്ടത്. ഭാവിയായ നിമിഷം നമുക്ക് നാളെക്കുറിച്ച്. ഈ പ്രണയബന്ധങ്ങളിലും ഇത് ആപ്ലിക്കബിൾ ആണോ? ചില പെൺകുട്ടികളോട് ഈ പ്രണയബന്ധം ഒരു വിവാഹത്തിലേക്ക് എത്തില്ലായിരിക്കും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ല, ഐ ലിവ് ഇൻ ദ പ്രസന്റ്, എനിക്കിത് മതി എന്ന് പറയുന്ന വിധി ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നവരാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭാഗ്യം കൊണ്ട് ഇപ്പം ഞാൻ കർക്കശക്കാരനായ സ്വഭാവക്കാരനാണ്. പക്ഷെ ഞാൻ ടീച്ചറിൻ്റെ അഭിപ്രായങ്ങൾക്ക് ഇപ്പം മൂല്യം കൽപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ് ടീച്ചർ ചെയ്യരുതെന്ന് പറഞ്ഞത് അത് ഞാൻ ചെയ്തതല്ല, അബദ്ധമായപ്പം എനിക്ക് മനസ്സിലായി എന്നെക്കാൾ വാല്യൂ ഉള്ളത് ടീച്ചർ പറയുന്ന അഭിപ്രായങ്ങൾക്കാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ അഹങ്കാരത്തിന് ശമനം വന്നു. ഞാൻ ഉണ്ടാക്കുന്ന ചെറിയ പണം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഞങ്ങൾ പുസ്തകത്തിൻ്റെ വരുമാനം കൊണ്ട് ഞാൻ പുസ്തകം വെറുതെ കൊടുക്കും. ടീച്ചർ എനിക്ക് തന്നാൽ പോലും പുസ്തകം പൈസയ്ക്ക് തരുള്ളൂ. പൈസ വാല്യൂ ഉള്ളതാണ് പുസ്തകം, അത് വെറുതെ കൊടുക്കില്ല.
പുസ്തകം നമ്മുടെ എല്ലാ പുസ്തക ഷോപ്പിലും നമ്മുടെ പുസ്തകമുണ്ട്. ക്രെഡിറ്റ് കൊടുക്കുന്നത് വളരെ കുറവാണ്. മാതൃഭൂമിക്ക് മാത്രമാണ് ആദ്യം മുതലേ ക്രെഡിറ്റ് കൊടുക്കുന്നത്. മറ്റത് അവർ പേയ്മെൻറ്റ് ഇട്ടിട്ടാണ് പുസ്തകങ്ങൾ മുഴുവൻ കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈഫുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ അഹങ്കാരവും കുറഞ്ഞു. ഞാനെന്ന ഭാവം നല്ലപോലെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് പലതും അബദ്ധമാണ് എന്ന്. അപ്പോൾ ടീച്ചർ അറിയാതെ എൻ്റെ കുറച്ച് പൈസ കിടന്നു. അപ്പോൾ ഞാനതെടുത്ത് ഒരാൾക്ക് കൊടുത്തു, ടീച്ചർ അറിയാതെ. അത് ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല. അവർ പക്ഷേ ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തത് കൊണ്ടാണ് അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ടീച്ചർ അറിഞ്ഞപ്പോൾ ടീച്ചറിനെ വേദനിച്ചു. സ്വാമി എന്നോട് ചോദിക്കാതെ ചെയ്തല്ലോ, എന്നോട് സ്വാമി അത് പറഞ്ഞില്ലല്ലോ. അതെനിക്ക് ഒരു കുറ്റബോധം തോന്നി. ശരിയാണ്, ടീച്ചറിനോടൊന്ന് സംസാരിക്കേണ്ടതായിരുന്നു. അതിനുശേഷം ഞാൻ സാമ്പത്തിക ഇടപാടുകൾ നിർത്തി. ടീച്ചറില്ലാതെ സ്ത്രീകളോട് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. എന്നെ വിളിച്ചാൽ ഞാൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു. ടീച്ചർ എനിക്കത് ഇഷ്ടമല്ല സ്വാമി, ആവശ്യത്തിന് സംസാരിക്കാൻ ഞാൻ നിർത്തി. കാരണം ഒരു ഭാര്യയുടെ അവകാശമാണത്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് ഭർത്താവ് സ്ത്രീകളോട് അധികം സംസാരിക്കുന്നത് ടീച്ചറിന് ഇഷ്ടമല്ല. എൻ്റെ ദാമ്പത്യം നിലനിൽക്കണം, ഇല്ലെങ്കിൽ ഞാൻ 24 മണിക്കൂർ സ്ത്രീകളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പം എൻ്റെ ദാമ്പത്യമാണ് വലുത്. ഞാൻ പരിപാടി നിർത്തി. ഞാൻ പറഞ്ഞതേ, ദാമ്പത്യം നമ്മൾ എവിടെയെങ്കിലും പുരുഷനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം, ഇല്ലേ? രഹസ്യ സ്വഭാവം എൻ്റെ ഫോൺ അവിടെ തന്നെ കിടക്കും. എനിക്ക് ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും, സംസാരിക്കും. രഹസ്യ സ്വഭാവം എന്ന പരിപാടി ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചു. എൻ്റെ എല്ലാ സൗഹൃദങ്ങളും ടീച്ചറിനറിയാം. സൗഹൃദങ്ങൾ ഏറ്റവും നല്ല സുഹൃത്ത് ഭാര്യ തന്നെ ആണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഒരുപാട് തെറ്റുകളും അബദ്ധങ്ങളും ശരികളും. അതാണ് എൻ്റെ കപട സന്യാസം ആത്മാവെന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ മോള്? അത് വായിക്കണം. അത് വായിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിലെ അബദ്ധങ്ങളാണ് ഞാൻ എഴുതിയേക്കണം മുഴുവൻ. ഒരു പുരുഷൻ്റെ അബദ്ധങ്ങളാണ്, ഒരു മനുഷ്യൻ്റെ തെറ്റുകളാണ്. ഒരു ദാമ്പത്യം എങ്ങനെ ആയിരിക്കണം, ഒരു ജീവിതം എങ്ങനെ ആയിരിക്കണം, ഒരു സന്താനത്തിന് എങ്ങനെ വളർത്തണം, ഒരു പുരുഷനോട് എങ്ങനെ ജീവിക്കണം, ഒരു ഭാര്യ, ഒരു ഭർത്താവ് ഭാര്യയോട്. അത് എൻ്റെ ജീവിതമാണ്. ഞാൻ പുസ്തകം 8 9 പതിപ്പായി. ഭയങ്കര മാർക്കറ്റാണ്. അപ്പം അങ്ങനെയുണ്ട്. നമ്മളെ അനുഭവങ്ങൾ എഴുതി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് സമ്പത്ത്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ പുരുഷനാണോ സ്ത്രീയാണോ വലുതായി നിൽക്കുന്നത്?